ഹലോ, പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കനകയും നയനയും കൂടെ ചേർന്നിട്ട് ജലജ ശരിക്കങ്ങ് പറഞ്ഞ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയാണ് ഫസ്റ്റ് ഇതുപോലെ ജലജയെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏഞ്ചലയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവാണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ നിൻ്റെ മോനെ കൂടി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുകയാണ്. എൻ്റെ ഭർത്താവോ, അങ്ങനെയൊന്നും സംസാരിക്കരുത്, അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നത്, എന്തായാലും നിൻ്റെ രണ്ട് മക്കളുടെ അച്ഛനാണല്ലോ അയാൾ. അപ്പോൾ അത് മാത്രമല്ല, നിൻ്റെ മോനെ അവിടെ ഇതുപോലെ മാനേജരാക്കിയ കാര്യമൊക്കെ പറയുകയാണ് കനക. ആ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ മകനല്ല ആദ്യമേ അവിടേക്ക് പോയത്, നിൻ്റെ മകൾ തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. പിന്നെ എനിക്കതിൽ ഞാൻ യാതൊരു താല്പര്യമില്ല ആ ഒരു ജ്വല്ലറിയുടെ കാര്യത്തിലും ഒക്കെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഈ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനായിട്ട് ഇത്രയും കള്ളത്തരങ്ങളും ചതിയും ഒക്കെ ചെയ്തത് ഏൺ ജ്വല്ലറിയും അതിന് മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ നിൻ്റെ ഭർത്താവാണ് അതിൻ്റെ തലപ്പത്തുള്ളതെന്നും അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിനക്കതിൽ അന്ന് താല്പര്യമായിരുന്നല്ലോ ഏൺ ജ്വല്ലറി ഉയർച്ചയിൽ, മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ചയിൽ. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇനി അതൊക്കെ കളഞ്ഞിട്ട് നീ നിൻ്റെ എങ്ങനെയെങ്കിലും നിൻ്റെ മകളും അതുപോലെ തന്നെ അനിയുമായിട്ടുള്ള വിവാഹം നടത്താൻ നോക്കുന്നതാണ് കനക പറയുന്നത്. അപ്പോൾ പറയുന്നത്, അതിനും തടസ്സം നിൻ്റെ മകളാണല്ലോ ആ നന്ദു, അവളെ അവൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു വിവാഹത്തിന് പോലും അവൻ ഇത്രയും താമസം പറയുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നത്, എൻ്റെ മകളുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ നിൻ്റെ കാര്യം നോക്കി നീ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറയുകയാണ്. ഈ ഒരു സമയത്ത് നയന പറയുന്നുണ്ട്, മേലാൽ ഇനി അപ്പച്ചി പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിന് തക്കതായ മറുപടി കിട്ടുമെന്ന് നയനയും പറയുകയാണ്. അതിനുശേഷം കനക പോയിട്ട് അവന്തിയെ കാണുന്നുണ്ട്. അപ്പോൾ മോളെ ഇനിയിപ്പോൾ അപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റി എനിക്കിപ്പോഴും പേടിയാണ്, അനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അനുകൂലമായിട്ടൊരു മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അതൊന്നും പ്രശ്നമല്ല, ഇനി അവൻ ഇത്രയും സ്നേഹമുള്ളൊരു പയ്യൻ ഈ കുടുംബത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നിൻ്റെ ജീവിതം അത്രയ്ക്കും സുരക്ഷിതമായിരിക്കും, ലൈഫ് അത്രയ്ക്കും സുരക്ഷിതമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇനി ആ ഒരു പ്രചോദനവും ഉണ്ടാകുകയില്ല. പിന്നെ ഇവിടെ നിൻ്റെ അമ്മയുടെയോ അബിയുടെയോ ഒന്നും സ്വഭാവമല്ല മോൾക്ക്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഉയർച്ചയും മോൾക്കുണ്ടാകും, അത്രയ്ക്കും നല്ല സ്വഭാവം എന്നൊക്കെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കനക. അങ്ങനെ അവന്തിയെ അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് കനക പോകുന്നത്. അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിൻ്റെ മകളാണ് ഇതിൻ്റെ എല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത്, അവനിപ്പോഴും മനസ്സിൽ അവളെ തന്നെ കൊണ്ട് നടക്കുന്നതൊക്കെ അവന്തിക മനസ്സിൽ കരുതുന്നും കൂടിയുണ്ട് കേട്ടോ. അതിനുശേഷം കനക പോകുന്നതിന് മുമ്പ് യാത്ര ചെയ്യിക്കാണ്ട് നവ്യയെ പോയി കാണുന്നു. അപ്പോൾ നവ്യ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അബിയുടെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ കനക പറയണം, അവനാണ് ഇത്രയും ചതിയും കാര്യങ്ങളൊക്കെ ചെയ്തത്, അവൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ അമ്മ പല കള്ളത്തരങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കി, എന്തെങ്കിലും തെളിവുകൾ അമ്മയുടെ പക്കലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ അപ്പോൾ കനക പറയുന്നുണ്ട്, ഒരിക്കലും എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞ് അവൻ ഈ വീട് വിട്ടിറങ്ങും, അവൻ ഇവിടെ നാട്ടി ഇറക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ നവ്യ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അവനൊപ്പം ഞാനും ഇറങ്ങും, എവിടെ ആയാലും ഞാൻ അവനൊപ്പം ജീവിക്കും. എന്നിട്ട് മനസ്സിൽ നവ്യ പറയുന്നുണ്ട്, കാരണം അവനൊപ്പം ജീവിക്കുന്ന അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല, അവൻ്റെ തകർച്ച കാണാൻ വേണ്ടിയിട്ടാണ്, അത് എനിക്ക് കാണണം, അതിനോടൊപ്പം ഞാനും അവൻ്റെ കൂടെ ഇറങ്ങും എന്നൊക്കെ മനസ്സിൽ നവ്യ കരുതുന്നുണ്ട് കേട്ടോ. പിന്നെ ആദർശിനെയും നയനേനെയും കുറ്റപ്പെടുത്തിയാണ് മറ്റുള്ളവരെ ഇവിടെ നാട്ടി ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതൊക്കെയാണ് നവ്യ പറയുന്നത്. പക്ഷേ നവ്യയുടെ മനസ്സിലെ സത്യങ്ങളെല്ലാം, ഇതിൻ്റെ എല്ലാം വിജയത്തിന് പിന്നിൽ നവ്യയുടെ ഫുൾ സപ്പോർട്ടാണ്, അതാരും തിരിച്ചറിയുന്നില്ല. പക്ഷേ നവ്യ അതൊന്നും പുറമേ കാണിക്കാതെ ഇപ്പോഴും അഭിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം ജലജ വന്നിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അവന്തികയും അഭിയായിട്ട് ഇങ്ങനെ നാഗേന്ദ്രൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലജയെ കാണുമ്പോൾ പെട്ടെന്ന് അതങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്, എന്താണ് നീയും അവനായിട്ട് സംസാരിച്ച് എന്നെ കണ്ടപ്പോൾ നിർത്തിയല്ലോ, നീ ആ നാഗേന്ദ്രനെ കുറിച്ചിട്ട് വല്ലതും ആണോ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ, അതല്ല, അവനിപ്പോൾ ആ ഒരു കമ്പനിയിലാണല്ലോ ജോലി ചെയ്യുന്നത്, ഇനിയിപ്പോൾ എന്തെങ്കിലും അടുപ്പം അവന് നേരിട്ട് കാണുക ഒക്കെ ചെയ്തിട്ടുണ്ട് അയാളുമായിട്ട്. അപ്പോൾ അവന്തി പറയുന്നു, അമ്മയുടെ മകനല്ലല്ലോ മരുമകളല്ലേ ആദ്യം അങ്ങോട്ടേക്ക് പോയത്, പിന്നെന്താ, പിന്നെ നീയും ഇത്രയ്ക്കായാലും എൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നു, നീ ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് എൻ്റെ അച്ഛനെന്ന്, പിന്നെ എനിക്ക് ജനിപ്പിച്ച ഒരു അവകാശി വേണ്ട അമ്മയും ചോദിക്കുകയാണ്. അത് അയാളാണ് നിൻ്റെ അച്ഛനെന്ന് ആര് പറഞ്ഞു, അയാളല്ല നിൻ്റെ അച്ഛൻ എന്നാണ് ജലജ അവന്തിയോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന്തി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്, അയാളല്ല നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ അവന്തിയെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും
ഇനിയിപ്പോൾ പെട്ടെന്ന് എപ്പോഴും പഴയത് കൂട്ടി ഇനിയിപ്പോൾ അവന്തിയെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല നാഗേന്ദ്രനെ. കാരണം ഇവിടെ ഓരോരുത്തർക്ക് ഓരോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അനിയെ കാണിക്കുന്നു. അനിയാണ് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആ ഒരു ജോലിയിൽ നിന്ന് ഫ്രീ ആയല്ലോ. അതിന് മുന്നേ തന്നെ കാണിക്കുന്നുണ്ട്. തിരിച്ച് കനകയും ഗോവിന്ദനും തിരിച്ച് വീട്ടിലെത്തുന്നു. നന്ദുവിനെ കാണുന്നു. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താണായിരുന്നു അമ്മ അവിടെ ഒരു ഫംഗ്ഷൻ, എന്താണ് സസ്പെൻസായിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു. അതാണ് അടിപൊളി ഫംഗ്ഷനായിരുന്നു. 2 VIP ഗസ്റ്റുകളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പിന്നെ ഇതുപോലെ കൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ് സ്വീകരിച്ചത്. മറ്റാരുമല്ല, ആദർശം നയനയാണ്. അത് മാത്രമല്ല, ആദർശന് പഴയ MD സ്ഥാനം തിരിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നന്ദു തന്നെ പറയുന്നത്, അല്ലെങ്കിലും എനിക്ക് അതിനോട് ആ ഒരു MD കസേരയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ആദർശേട്ടൻ വരുന്ന ഏൽപ്പിക്കാനിരിക്കും. അതൊക്കെ നിനക്കെങ്ങനെ അറിയും? അപ്പോൾ നന്ദു പെട്ടെന്നൊന്ന് പകർന്നുണ്ട്. അതല്ല, അത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദർശേട്ടനും നയനേച്ചിയോട് സംസാരിച്ചപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമെന്നൊക്കെ പറഞ്ഞ് നന്ദു പെട്ടെന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നതാണ് അനി ഭയങ്കര സന്തോഷത്തിലാണ്. അനി ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഫ്രീ ആയല്ലോ ഇനിയിപ്പോൾ, ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വരുന്നു. ഈ കുന്തവും നിർത്തുമെന്ന് പറഞ്ഞിട്ട് പാട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു. നിനക്കിപ്പോഴും നിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ബോധം വന്നിട്ടില്ലേ? MD സ്ഥാനം പോയപ്പോൾ നിനക്ക് ഇത്രയും സന്തോഷം. ഞാനാണെങ്കിൽ മൊത്തത്തിൽ നാണം കെട്ടിയിരിക്കുകയാണ്. എൻ്റെ പരിചയക്കാരോടും ബന്ധുക്കളോടും എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ എൻ്റെ മകൻ്റെ സ്ഥാനത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അനി ചോദിക്കുന്നു, അമ്മ എന്തിനാ ഇത്രയും നാണം കിടന്ന്? അമ്മ ഏതോ ഹൈ ഫാമിലിയിൽ നിന്ന് വന്ന ആളൊരു സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ അമ്മ. അപ്പോൾ അമ്മയുടെ ബന്ധുക്കളോട് അമ്മയ്ക്ക് പറയുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? ഇത്രയും ഉയർന്ന സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന വലിയമ്മയ്ക്ക് ആദർശേട്ടനെ MD സ്ഥാനം നഷ്ടപ്പെടുകയോ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോഴോ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. വലിയമ്മ എന്ത് കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെ അമ്മയ്ക്ക് എന്താ ഇത്ര വിഷമം എന്നൊക്കെ അനി തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. ഈ ചോദ്യങ്ങളൊന്നും ജാനകിക്ക് പിടിക്കുന്നില്ല. ജാനകി അനിയുടെ കവളത്ത് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അനിയുടെ സംസാരം കേട്ടിട്ട് അനി തന്നെ അതിശയിച്ചു പോകണം തൻ്റെ അമ്മയുടെ മാറ്റം. അപ്പോൾ ഒരിക്കലും അമ്മയ്ക്ക് വിഷമം വരേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പം ഞാൻ ഫ്രീ ആയില്ലേ, എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാനം ആദർശേട്ടനെ ഏൽപ്പിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ രംഗത്തോടുകൂടിയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല കിടിലൻ എപ്പിസോഡ് രംഗയും കഥയും ഒക്കെ ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.